ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. പക്ഷേ വോട്ട് ചെയ്തിട്ട് മതി ആ ഏറ്റവും വിസ്മരണീയമായ നിമിഷത്തിലേക്ക് കടക്കുന്നതെന്ന് തീരുമാനിച്ച ഒരാളാണ്. മലപ്പുറത്തെ കരുവാരക്കുണ്ടിലാണ് ഒരു കല്യാണ പെണ്ണാണ് വോട്ട് ചെയ്യാനെത്തിയത്. കരുവാരക്കുണ്ട് സ്വദേശിനിയായ ജിൻഷിത വിവാഹവേഷത്തിൽ തന്നെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങി. അരുൺ അമർനാഥുണ്ട്. അരുണേ, ഇപ്പോൾ ഇങ്ങനെ ഈ പോളിംഗ് ദിവസം കല്യാണം ഉണ്ടാകുന്ന പോലും ഒരു കണക്ക് നോക്കിയാൽ ഇപ്പോഴത്തെ രീതിക്ക് നോക്കിയാൽ ഭാഗ്യമാണ്. കാരണം റീൽസിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ വിവാഹത്തിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയാണെങ്കിൽ അതിൽ പോലും ഇതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്താം പല വിധത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നോ? മറ്റേതെങ്കിലും ഇതേപോലുള്ള കല്യാണ ഒപ്പത്തിനൊപ്പമുള്ള പോളിംഗ് വിശേഷങ്ങളുണ്ടോ? ദിവിഷ്, ജനാധിപത്യത്തിൻ്റെ ശക്തി എന്നൊക്കെ നമ്മൾ പറയും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഓരോ കാഴ്ചകൾ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് കരുവാരക്കുണ്ടിൽ നിന്ന് ഇന്ന് കണ്ടത്. ഈ ജിൻഷിത എന്ന് പറയുന്ന വോട്ടർ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. അതിൽ ഒന്നും കൂടി ചേർത്ത് വെക്കണം, ഈ വിവാഹത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് വോട്ടും എന്നുകൂടി ജിൻഷിത പറഞ്ഞു വയ്ക്കുകയാണ്. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ജിൻഷിത വിവാഹ വസ്ത്രത്തിൽ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ജിൻഷിതയുടെ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ രാവിലെ പല തിരക്കുകളുണ്ടാവും, കാരണം വിവാഹത്തിൻ്റെതുമായി ബന്ധപ്പെട്ട് തന്നെ. അപ്പോൾ വിവാഹ വസ്ത്രത്തിലെത്തി ആദ്യം വന്നത് പോളിംഗ് ബൂത്തിലേക്കാണ്. അത് കഴിഞ്ഞാണ് വിവാഹ വേദിയിലേക്ക് പോയത്. അപ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൗതുകമായി. ഒപ്പം തന്നെ എല്ലാവരുടെയും ആ പോളിംഗ് ബൂത്തിലെ വിവാഹ ആശംസകളും കൂടെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ വിവാഹ വേദിയിലേക്ക് ജിൻഷിത പോയത്. നമ്മൾ പലപ്പോഴും പറയും, ഇത്തരത്തിൽ മലപ്പുറത്തിൻ്റെ ഒരു മൊഞ്ചുള്ള കാഴ്ച എന്നൊക്കെ നമുക്ക് പറയാം. ജനാധിപത്യത്തിൻ്റെ മൊഞ്ച് അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. കാരണം വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ രാവിലെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് മലപ്പുറം അതിൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണവും ബോധ്യവും ഉള്ള ഒരു ജനതയാണെന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമായി ജിൻഷിതയുടെ ചാപ്റ്റർ വരുന്നു. അതിനിയും ഇങ്ങനെ തുടരട്ടെ. സമ്മതിദാന അവകാശം ഇനിയും നിറവേറ്റേണ്ടത് നമ്മുടെ പ്രാഥമിക കടമ തന്നെയാണ് എന്നുള്ളത് ഇനിയും ബോധ്യത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ദിവിഷ്.